ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി തന്നു. യേശു ക്രിസ്തുവിൽ നോക്കുന്ന ഏവരും പ്രകാശിതരാകും. അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. ഇന്ന് സമൂഹത്തിൽ ജനങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. പലതിലും ആശ്രയിച്ചു, അതെല്ലാം പരാജയമായി. കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവർ, മക്കളെ വളർത്തി ജീവിതം കണ്ണുനീരായി തീർന്നവർ, ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, എല്ലാ മേഖലകളിലും ഒരു കൈ നോക്കിയിട്ട് ഏറ്റവും ഒടുവിൽ നഷ്ടവും കഷ്ടവും പരാജയങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി പോകേണ്ടവർക്ക് ഒരു ചാൻസ് കൂടിയുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയി. യേശുവിലേക്ക് നോക്കാൻ ഇതെല്ലാം ഒരു ചാൻസാണ്. ഇന്ന് ആദ്യമായിട്ട് ഇത് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരു ഉറപ്പ് പറയാം, നീണ്ട 33 വർഷത്തിലധികമായി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ലജ്ജിക്കാനിടയില്ലാത്തൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മുഴുവനും ആശ്രയം പണത്തിലോ വൈദ്യശാസ്ത്രത്തിലോ ബന്ധങ്ങളിലോ വെക്കാതെ നിങ്ങളുടെ മുഴുവനും ആശ്രയം യേശു ക്രിസ്തുവിലേക്ക് വെക്കുക. നിങ്ങളെ കർത്താവ് പൂർണ്ണമായി വിടുവിപ്പാൻ വിശ്വസ്തനാണ്. ബൈബിളിൽ യേശു കർത്താവ് പറയുന്നു, മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാണ്. യേശു ക്രിസ്തുവിലേക്ക് നോക്കണം. യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമയിൽ വലതുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ആരും പരാജയപ്പെടില്ല, ആരും തോറ്റുപോകില്ല, ആരും ലജ്ജിച്ചു പോകില്ല. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. കർത്താവിൽ ആഗ്രഹിക്കാം, ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശു കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. Oh Lord my God, when I'm awesome wonder, consider all the words the hands that made. I see the stars, I hear the rolling thunder, thy power throughout the universe displayed. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Oh ദൈവമേ, രാജാധി രാജദേവാ, ആദിയന്തം ഇല്ലാ മഹേശ്വരനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ. സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ.
അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ തന്നെയാണ് നാം 31 മുതൽ വായിക്കുമ്പോൾ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യേശുവിൽ വിശ്വസിച്ചവരോടാണ് യേശു ആ വാക്ക് പറഞ്ഞത്. ഇത് എല്ലാവരോടും പറയാനുള്ള വാക്കല്ല. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കുറേ സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും, ഒത്തിരി മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. മറഞ്ഞു കിടക്കുന്ന മന്ന, വിശ്വസിക്കുന്നവന് ഞാൻ മറഞ്ഞു കിടക്കുന്ന മന്ന തരുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും. അപ്പം ഇതുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം അത് വളരെ അധികമാണ്. വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. അതിനാലാണ് പൂർവികന്മാർക്ക് സാക്ഷ്യമുണ്ടായത്. അവരെ ദൈവം അംഗീകരിച്ചത് വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചതുകൊണ്ടാണ്. വിശ്വാസത്തിൻ്റെ ചുവടെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ട് ആ വഴി പോകുന്നതാണോ വിശ്വാസം? അല്ല. ദൈവം ഒന്നും പറയുന്നില്ല, എന്നിട്ടും ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടില്ല, ദൈവം ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല, എന്നിട്ടും ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി വിശ്വാസത്താൽ ചെയ്യുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ദൈവം പറയുന്നത് ചെയ്യുന്നത് സാധാരണ കാര്യം. എന്നാൽ ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തെ മനസ്സിലായി, ദൈവത്തെ വിശ്വസിച്ച് ഒരു ചുവട് വെക്കാൻ ഇന്ന് മുതൽ ദൈവം എന്നോട് പറയും, ദൈവം എന്നോട് സംസാരിക്കും എന്ന് പറഞ്ഞ് ഇനി മുതൽ നമ്മുടെ സമയം കളയരുത്. വിശ്വാസത്താൽ എൻ്റെ ദൈവം എന്നെ ഭൂമിയുടെ അറ്റത്തോളം അയക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഞാൻ ഭൂമിയുടെ അറ്റത്തോളം പോകാനുള്ള വ്യക്തിയാണ്. ഞാൻ ഇനി മുതൽ എൻ്റെ വീട്ടിലോ നാട്ടിലോ ഒതുങ്ങേണ്ട വ്യക്തിയല്ല എന്ന് വേദപുസ്തകം വായിച്ച് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാമോ? ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രോഗ്രാമായിട്ട് നമ്മൾ കണക്റ്റ് ആകും. നമ്മളുമായിട്ട് കണക്റ്റ് ആകേണ്ട വ്യക്തികളെ എല്ലാം ദൈവം നമുക്ക് കണക്റ്റാക്കി തരും. ഒരു ദിവസം വരും ഞാനെന്ന് അത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി മൂക്കിൽ പല്ല് കിളിച്ചാലും ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല, മൂക്കിൽ പല്ല് കിളിക്കുകയുമില്ല. അപ്പോൾ ഒരിക്കലും നന്മ കാണാതെ പലരും ഈ ഭൂമിയിൽ നിന്ന് പോകാറുണ്ട്. അതിൻ്റെ കാരണം അവർ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചില്ല. വിശ്വാസത്താൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എല്ലാം വിശ്വാസത്തിൻ്റെ ചുവടുകളാണ്. ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ എന്ത് ചെയ്താലും ദൈവം എന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും എന്നിത്യാദി വിശ്വാസത്താൽ ചുവട് വെച്ചവർ. പ്രത്യേകിച്ച് ദാവീദിൻ്റെ കൂടെ കുറേ വീരന്മാരുണ്ടായിരുന്നു. അവരോട് ദൈവം സംസാരിച്ചില്ല. എന്നാൽ അവർക്കൊരു കാര്യം അറിയാം, ദാവീദിൻ്റെ കൂടെ ദൈവമുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന യുദ്ധമെല്ലാം ദാവീദിൻ്റെ യുദ്ധമല്ല, ഞങ്ങൾ ചെയ്യുന്ന യുദ്ധമെല്ലാം ദൈവത്തിൻ്റെ യുദ്ധമാണ്. അതുകൊണ്ട് സെരുവിയുടെ മക്കളായി യോവാബ്, അബിഷായി ഇവരെല്ലാം വളരെയധികം ശക്തിയുള്ളവരായിരുന്നു. അവരെല്ലാം ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചവരാണ്. അവരെങ്ങും പോയിട്ട് പരാജയപ്പെട്ടില്ല. കാരണം വിജയിക്കുന്ന
ഒരു നിയോഗത്തിൽ ഒരുവനെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ കയ്യിലാണ് അവരായിരുന്നത്. അതുകൊണ്ട് അവർക്ക് പരാജയപ്പെടാൻ പറ്റില്ല, തളർന്നു പോകാൻ കഴിഞ്ഞില്ല, ക്ഷീണിച്ചു പോകാൻ കഴിഞ്ഞില്ല, മടുത്തു പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ മടുപ്പ അതുപോലെയുള്ള ക്ഷീണങ്ങളോ ഇതൊന്നും വരാതെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ വാസ്തവമായിട്ട് നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. സത്യം, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഒരു സത്യമാണ്, ദൈവം എന്നെ ഒരു നാളും കൈവിടില്ല. അതെൻ്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്നൊരു സത്യമാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോടുകൂടെ കർത്താവുണ്ട്. മാത്രമല്ല, വിളിച്ച ദൈവം വിശ്വസ്തൻ, അതൊരു സത്യമാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഒരു വ്യക്തി എങ്ങും പരാജയപ്പെടില്ല. അതൊരു വലിയ ബൈബിളിലെ സത്യമാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടും ഇരുന്ന സ്ഥലത്ത് പോലും വലിയ ജയങ്ങൾ ഉണ്ടായെങ്കിൽ, ശിംശോൻ പോയിടത്ത്, ഗിദയോൻ പോയിടത്ത്, ഇബ്താഹ് പോയിടത്ത്, ഏലിയാവ് പോയിടത്ത്, ഏലീശ പോയിടത്ത്, മോശ പോയിടത്ത്, ദാവീദ് പോയിടത്ത്, ഏലിയാവ് പോയിടത്ത്, ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടിരുന്നു. ഈ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായ ജയം ഭയങ്കരമാണ്. എന്നാൽ അതിനേക്കാൾ 1000 മടങ്ങാണ് എന്നേക്കും പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന എന്നിലുണ്ടാകേണ്ടത്. ഇത് എൻ്റെ വിശ്വാസമാണ്. ഇതാദ്യം എൻ്റെ അറിവാണ്. ഈ സത്യം അറിയുമ്പോൾ സത്യം എന്നെ സ്വതന്ത്രമാക്കും. എങ്ങനെ? ഞാനിത് പറയണം, ഞാൻ പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ വളരെ 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 ശ്രേഷ്ഠനാണ്. എന്നെ ശക്തനാക്കാൻ പരിശുദ്ധാത്മാവ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സകലത്തിലും മതിയാകുന്നു. എൻ്റെ കർത്താവ് എന്നെ ഒരിക്കലും ഏകനായി വിടില്ല. കാരണം ഞാൻ ക്രിസ്തുവിലാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്, പുതിയ സൃഷ്ടിയെ കർത്താവ് ഒരിക്കലും അഴലുവാൻ അനുവദിക്കില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ കർത്താവിൻ്റെ വകയാണ്, ഞാൻ കർത്താവിൻ്റെ മോനും മോളുമാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം ജയമുണ്ടാകും, ഞാൻ പോകുന്നിടത്തെല്ലാം അനുഗ്രഹമുണ്ടാകും, ഞാൻ പോകുന്നിടത്ത് ഉയർച്ചകളുണ്ടാകും, ഞാൻ പോകുന്നിടത്ത് വലിയ ജയമുണ്ടാകും. പഴയ നിയമത്തിലെ യോശുവ, മോശ പറഞ്ഞയച്ചു, നീ പോയി അമാലേക്കരോട് യുദ്ധം ചെയ്യണം. കുറച്ച് യൗവനക്കാരെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ യോശുവ ജയിക്കും, ഇസ്രായേൽ മക്കൾ ജയിക്കും. മോശയുടെ കൈ താഴുമ്പോഴോ അമാലേക്കർ ജയിക്കും. അപ്പോൾ ഈ സത്യം എന്താണ്? ദൈവസന്നിധിയിൽ മധ്യസ്ഥതയണക്കുന്ന മോശ മുഖാന്തരമാണ് ജയം. യൗവനക്കാരനായ വില്ലാളി വീരനായ യോശുവയുടെ വാളിലല്ല ജയം, പ്രാർത്ഥനയിലാണ്. ഈ സത്യം അറിയുന്നവർ സത്യത്തിലേക്ക് വരും. എന്താണ്? ദൈവസന്നിധിയിൽ കൈ ഉയർത്തി നിൽക്കുന്ന മോശമാർ എഴുന്നേറ്റ് വരും. പ്രാർത്ഥനയാണ് യുദ്ധത്തേക്കാൾ ശക്തി എന്ന സത്യം നിങ്ങൾ അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ എന്നെ സ്വതന്ത്രമാക്കും. അതായത് വലിയ വാളിനേക്കാൾ വളരെ ശക്തിയാണ് ദൈവവചനമെന്ന ഇരുവായ്ത്തലയുള്ള വാള് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ വിടുതൽ വലുതാണ്. യേശുവിൻ്റെ നാമത്തിലാണ് സൗഖ്യമെന്ന് തിരിച്ചറിഞ്ഞാൽ, യേശുവിൻ്റെ അടിപ്പണരാലാണ് രോഗസൗഖ്യമെന്ന് തിരിച്ചറിഞ്ഞാൽ അത് നമ്മെ സ്വതന്ത്രമാക്കും. ഏതുവിധ മാരക രോഗത്തെയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും ജയിക്കുവാനുള്ള ശേഷിയെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രാപിക്കട്ടെ. സത്യം ഞാൻ അറിയുന്നു, സത്യം എന്നെ സ്വതന്ത്രമാക്കി. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ കുറേ സത്യങ്ങൾ വരികയാണ്. അതായത് യേശുവിൻ്റെ അടിപ്പണരാൽ സൗഖ്യം വരുമെന്നല്ല, വന്നിരിക്കുന്നു. യെശയ്യാവിൽ പറയുന്നു, 53 പറയുന്നു. അതുപോലെ പത്രോസ് അതിനെ എടുത്തു പറയുന്നു. കാൽവരി ക്രൂശിൽ യേശു അടികളേറ്റത് എൻ്റെ പരിപൂർണ സൗഖ്യത്തിനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ രോഗത്തിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ മരുന്നും
ആൻറ്റിബയോട്ടിക്കും ഇഞ്ചക്ഷനും ഓപ്പറേഷനുമായി നടക്കേണ്ട വ്യക്തിയല്ല. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുള്ള വ്യക്തിയാണ്. എത്ര പേരതിന് ആമേൻ പറയും? അതെ, ഈ സത്യം നിങ്ങൾ അറിയണം. ഈ സത്യം നിങ്ങളെ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കും. ഈ സത്യം നിങ്ങളുടെ കുടുംബത്തെ അത്ഭുതകരമാക്കും. മാത്രമല്ല, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഇതൊരു വെളിപ്പാടാണ്. ഇത് പൗലോസ് പറയുകയാണ്. ഈ സത്യം അറിയണം. ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ല, മഹത്വത്തോടെയാണ്. തൻ്റെ ധനത്തിനൊത്തവണ്ണമാണ്. ഈ ഭൂമിയിലുള്ള പിതാക്കന്മാരുടെ കയ്യിലുള്ള ധനത്തിനൊത്തവണ്ണമാണ് അവർ അവരുടെ തലമുറകളെ സഹായിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിൽ വരാൻ പോകുന്നത് നന്മകളെക്കുറിച്ച് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതുപോലെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും, എല്ലാ ബുദ്ധിമുട്ടും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ കുറേശ്ശെ തീർത്തു തരുമെന്നല്ല, പൂർണ്ണമായും. ഈ സത്യം നിങ്ങൾ അറിയണം. ഇതെപ്പോഴും പറയണം. എൻ്റെ ദൈവം എൻ്റെ വീടിനെ ഒരു 2 മാസത്തിനുള്ളിൽ ആടിമുടി മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ട് ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അവിടെ നിരാശക്ക് പ്രസക്തിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞത്, എന്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആവശ്യം വന്നാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയും, അതിന് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പൈസയുടെ കുറവൊന്നും ഇല്ലല്ലോ, പൈസയുടെ ആവശ്യമൊന്നും നമുക്കില്ലല്ലോ, എല്ലാം നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ, അതിന് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടേ ഇല്ല. ഇങ്ങനെ പറയണം. എങ്ങനെ ജീവിക്കുമെന്ന് പറയരുത്. ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ പേരാണ് വെളിപ്പാട്. സത്യമറിയുക. യേശു കർത്താവ് നമ്മെ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഗലാത്യർ 3:13 മരത്തിൽ മേൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുക. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. അപ്പോൾ ശാപത്തെ അവൻ എടുത്തു. അനുഗ്രഹമാണ് നമ്മുടെ മുമ്പിൽ. തൊടുന്നതെല്ലാം, 1 സങ്കീർത്തനം പോലെ, അവൻ തൊടുന്നതെല്ലാം സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിര് പോലെയാണ്. എന്നാൽ ദൈവ പൈതൽ, നീതിമാൻ, അവൻ പന പോലെ തഴച്ച് വളരും. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിങ്ങൾ കർത്താവിനെ ശരിക്കൊന്ന് അറിഞ്ഞാൽ, ഇവിടെ വായിച്ച വാക്യങ്ങളൊന്ന് അറിഞ്ഞാൽ, എന്താണ് അവിടെ വായിക്കുന്നു? എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് ഞാൻ പറയുന്നു. സത്യം അറിയും. സത്യം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. കൈവച്ചുള്ള പ്രാർത്ഥനയല്ല നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. ദൈവവചനത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്ന സത്യങ്ങൾ നിങ്ങളെ വളരെ വളരെ വിടുതലുകളിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചകളിലേക്ക്, പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവരും. എത്ര പേരത് വിശ്വസിക്കും? നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും. നിങ്ങൾക്ക് വിരോധമായി പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. അടുത്തത് യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ല. അതായത് പിശാച് ഒരിക്കലും നമുക്ക് ഒരു ദോഷവും വരുത്തില്ല. ഈ വെളിപ്പാട് നിങ്ങൾ ഫ്രീ ആക്കുന്ന ഒരു വെളിപ്പാടാണ്. അതായത് ഒരിക്കലും പിശാചിന് രക്ഷിക്കപ്പെട്ട, താൻ തിരഞ്ഞെടുത്ത, യേശു തിരഞ്ഞെടുത്ത തൻ്റെ മക്കളെ നശിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. നമ്മെ നശിപ്പിക്കാൻ ആഭിചാരങ്ങൾക്കോ മന്ത്രകെടുതികൾക്കോ പൂജകൾക്കോ മറ്റുള്ളവരുടെ ശാപവാക്കുകൾക്കോ കഴിയില്ല. നാം അതിനു മുകളിലാണ്. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കും. വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവാനുഗ്രഹം, വലിയ ദൈവിക ഐശ്വര്യം ഇവരുടെ മേൽ വരട്ടെ. സൗഖ്യവും വിടുതലുണ്ടാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കണം. അവരുടെ ജീവിതത്തിൽ വേണ്ട അനുഗ്രഹങ്ങളെ, എല്ലാവിധ ഉയർച്ചകളെയും ഇന്ന് യേശുവിൻ നാമത്തിൽ റിലീസ് ചെയ്യും. പരിശുദ്ധാത്മാവ് അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നാളെ ഈ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.